ഡൽഹിയിലും ഇതുമായി ബന്ധപ്പെട്ട് കന്യാസ്ത്രീകൾക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് നമ്മുടെ എംപിമാർ. കന്യാസ്ത്രീമാരുടെ അറസ്റ്റിൽ പ്രതിപക്ഷ എംപിമാർ ഇന്ന് പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കാൻ ആലോചിക്കുന്നുണ്ട്. വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബെന്നി ബെഹനാൻ, ഡീൻ കുര്യാക്കോസ്, കെ രാധാകൃഷ്ണൻ, ഹാരിസ് ബീരാൻ, ജോസ് കെ മാണി എന്നിവർ നോട്ടീസ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ, പാർലമെന്റിൽ ഉന്നയിക്കുക മാത്രമല്ല പ്രധാനമന്ത്രിയെ കാണാനും ശ്രമങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ അനുമതി ലഭിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് എങ്ങനെയായിരിക്കും പ്രതിപക്ഷം ഈ വിഷയം സജീവമായി നിലനിർത്താൻ ആലോചിക്കുന്നത്? ആര്യ, ഇത് സഭയിൽ ഉന്നയിക്കുക മാത്രമല്ല, ഇന്നലെ ഉന്നയിച്ചിരുന്നു. പ്രധാനമായിട്ടുള്ള ആവശ്യം ഇരു സഭകളിലും, രാജ്യസഭയിലും ലോക്സഭയിലും സഭാ നടപടികൾ നിർത്തിവെച്ച് ഈ കന്യാസ്ത്രീമാരുടെ അറസ്റ്റ്, ആ വിഷയം ചർച്ചയ്ക്കെടുക്കണം എന്നുള്ളതാണ് ഈ എംപിമാർ, പ്രതിപക്ഷ എംപിമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബെന്നി ബെഹനാനും ഡീൻ കുര്യാക്കോസും ഹാരിസ് ബീരാനും അതുപോലെ കെ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള എംപിമാരാണ് ഇപ്പോൾ അടിയന്തര പ്രമേയവും അതുപോലെ തന്നെ ചട്ടം 267 പ്രകാരമുള്ള നോട്ടീസുകൾ നൽകിയിരിക്കുന്നത്. ഇന്ന് വീണ്ടും ഈ UDF എംപിമാർ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ന് തന്നെ വീണ്ടും കാണുമെന്നുള്ള കാര്യം കൂടിയാണ് എംപിമാർ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ കണ്ടിരുന്നു, പക്ഷേ അതിനുശേഷമാണ് ഈ കേസ് തള്ളിപ്പോവുകയും പിന്നീട് അത് NIA കോടതിയിലേക്കെല്ലാം തന്നെ മാറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. അതിനുശേഷം വീണ്ടും അദ്ദേഹത്തെ കാണാൻ ശ്രമിച്ചിരുന്നു. ഇന്ന് എന്തായാലും കാണുമെന്നുള്ള കാര്യം കൂടിയാണ് UDF എംപിമാർ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഇന്നും തുടരുന്നുണ്ട്. ഇന്നലെ കത്ത് നൽകിയിരുന്നു, പക്ഷേ അനുമതി ആയിട്ടില്ല. ഇന്നും അദ്ദേഹത്തെ കാണാൻ ശ്രമം നടത്തും, കാണാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ എംപിമാർക്കുണ്ട്. പക്ഷേ ആകെ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസ്, അതിൽ രാഷ്ട്രീയ ഇടപെടലോടുകൂടി എങ്ങനെ ഇവരെ പുറത്താക്കാൻ സാധിക്കുമെന്നുള്ള ചോദ്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അവിടെ സാധ്യമായത് BJP, അതായത് ഛത്തീസ്ഗഡ് സർക്കാർ ഈ ജാമ്യാപേക്ഷയെ എതിർക്കാതെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് എന്തായാലും കൂടുതലായും ഡൽഹി കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഇന്ന് ഡൽഹിയിലുണ്ട്. വിവരങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയിൽ നിന്ന് ആരാഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷേ ഈ UDF എംപിമാർ ആഭ്യന്തരമന്ത്രിയെ കണ്ടതിന് ശേഷം അമിത്ഷായുടെ ഒരു നേരിട്ടുള്ള ഒരു ഇടപെടൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഈ വിഷയത്തിൽ? ആര്യ, ഇന്നലെയും അമിത്ഷായെ കണ്ട സമയത്ത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതികരണമാണ് അമിത്ഷായുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് എംപിമാർ പറഞ്ഞിരുന്നു. അതായത് ജാമ്യം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ അമിത്ഷാ ഇവർക്ക് നൽകിയിരുന്നു. പക്ഷേ ജാമ്യം ലഭിച്ചില്ല. അതുകൊണ്ട് വീണ്ടും കൂടിക്കാഴ്ച നടത്താൻ വേണ്ടിയിട്ടുള്ള, ഈ അമിത്ഷായെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.